ഹലോ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഈദ് മുബാറക് ബിലേറ്റഡ് ഈദ് മുബാറക്. സോറി ഗൈസ്, ഇതിന്റെ അന്നൊരു വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കുറച്ച് തിരക്കായിപ്പോയി. ഞങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടായില്ല, നാട് വിട്ടുപോയായിരിക്കാം. ഞാൻ ഈ പ്രാവശ്യം സിമ്പിൾ മെഹന്തി ആയിട്ട് കോളം ആയിപ്പോയി. ഉള്ളു കാണിക്കാൻ കൊള്ളൂല. ദേ ഓരോരുത്തരകത്താണുണ്ടാ കണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്റെ പൊന്നെ, അപ്പൊ ഇന്ന് എന്താ പറയാ, ഇന്നെന്താ ഡേ ഇൻ മൈ ലൈഫ് അല്ല, പക്ഷെ ഒരു ഡെയിലി വ്ളോഗ് പോലെ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് കുറെ പണികൾ മാത്രമുള്ളൊരു വ്ളോഗായിരിക്കും. വീടൊന്ന് കാണിച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പറഞ്ഞു കൊടുത്തായിരിക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും പച്ചവെള്ളവും. ചില സമയങ്ങൾ അതുപോലെ കിട്ടാറില്ല, വായു. അപ്പൊ ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അവിടെയാണോ? ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ലാത്ത കേസ് എവിടെ നോക്കുന്നത്. പക്ഷെ ബാക്ക് ക്യാമറ ആണെങ്കിൽ സുഖമാണ്, ഫ്രണ്ട് ക്യാമറ വരുമ്പോഴേ ഞാൻ സ്ക്രീനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അല്ലേ നോക്കണം? ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ നോക്കാം. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാരും നമ്മളെ വ്ളോഗൊക്കെ കാണാം. അടിപൊളി സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ ഉമ്മാന്റെ വിശേഷങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴും അല്ലാതെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് കിടക്കാല. വീഡിയോ പ്രത്യേകിച്ച് കിടക്കലൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഞാൻ വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചത്. ആദ്യം അച്ചുക്കളി ഒരു ഈദ് മുബാറക് പറഞ്ഞേ. ഈദ് മുബാറക് പറയാൻ പോലെ ഈ കുഞ്ഞിന് വയ്യ എന്നിട്ടാണ്ടോ ഈ കുഞ്ഞിന്റെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എല്ലാരും ചോദിക്കുന്നത്. പിന്നെ മൈമായിരിക്കും ഫുള്ള് മൈമിങ് പോലെ, അങ്ങേ ഭാഷ. ഇത് ഇതുവരെ കഴിഞ്ഞില്ല അവിടെ. കുഞ്ഞേ വേഗം ആവട്ടെ ഒന്ന്. നല്ല വെള്ളം ഇല്ല, ഞാൻ ബ്രഷ് ചെയ്യാൻ കുടിച്ചു. ഞാൻ കുടിച്ചിട്ട് ബാക്കി തരാം. അപ്പൊ ഓക്കെ, എന്നാ പിടിച്ചായിരിക്കാം. ഇന്ന് ടഫ് നാസ്ത എന്റെ വീട്ടില്. എന്താ അറിയോ ഗൈസ്, നമ്മള് എവിടെയില്ല യാത്ര പോയി വന്നതിനോ കുറെ കുന്ന് അലക്കാനുണ്ടാവും. അലക്കാനുള്ള കാണിച്ചോടത്തായിരിക്കും വർക്ക് ഏരിയയിലും മോൻ ഒരു സെറ്റ് അലക്കിക്കൊണ്ടിരിക്കണ്. കാണിച്ചു കൊടുത്തില്ല, ഇത് കുന്ന് ഇതൊക്കെ അലക്കാനുള്ളതാണ്. ഒരു സെറ്റ് അലക്കിക്കൊണ്ടിരിക്കണ, ഒരു സെറ്റ് ഫുള്ള് അലക്കിക്കൊണ്ടിരിക്കണ. ഇതൊക്കെയാണ്. ഇനി കുറച്ച് ഡ്രസ്സ് വിരിച്ചിടാനുണ്ട്. വീട് മൊത്തത്തിൽ തല കുത്തി മറിച്ച് ഒതുക്കാനുണ്ട്. പിന്നെ എല്ലാരും നമ്മള് ഹോം ടൂറൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. നമ്മൾ ഹോം ടൂറൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മള് വീട്ടിൽ ഇനിയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി ഹോം ടൂർ ചെയ്യും ഇൻഷാല്ലാ. ഞാൻ രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് എന്ത് ചെയ്ത് അരി അടുപ്പത്തിട്ടുണ്ട്, വർക്ക് ഏരിയയില് ആയിക്കൊണ്ടിരിക്കില്ല. കറി മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചോടത്തെ ഞാൻ ഈ സ്പൈസസിന്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രൈസ് വന്നത് 999 ആണ് കേട്ടോ. പക്ഷെ എന്തുകൊണ്ട് വോത്തായിട്ടുള്ള ഒരു സംഭവമാണിത്, ഇല്ലായിരിക്കാം. കാണിച്ചത് ശുക്ർ. നിങ്ങൾക്ക് മണം കിട്ടാത്തോണ്ട ഇത് വാങ്ങി തുറക്കുമ്പോ ഒരു അതിന്റെ ഗ്യാസ് പോലത്തെ ഒരു ഏലക്കന്റെ സ്മെല്ല് വരും. എനിക്ക് ഒന്ന് സ്മെല് ചെയ്തിട്ട് കാണിച്ചോട്ടെ. എനിക്ക് നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, ബിക്കോസ് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഓരോ കണ്ടെയ്നേഴ്സിൽ വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ സുഖമാണ്. ഇതിന്റെ കൂടെയുള്ള ഈ സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് നമ്മൾ മറ്റേ പെപ്പർ ഇങ്ങനെ ക്രഷ് ചെയ്തിടൂലേ, നമ്മള് ബുൾസയിലും സാലഡ്സിലൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെ ഇടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നത് വീട്ടിലൊക്കെ നമ്മൾ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ കുറെ കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇത് പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല കേട്ടോ, എനിക്ക് അത്രത്തോളം കുറെ കൂടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിനോട് ഞാൻ പറഞ്ഞ. ആ ചുക്കളി പൊന്നി പാൽ തിളക്കണോട് നിൽക്കും, ഇതിപ്പോ തിളക്കുന്നോന്നുള്ള. ഞാൻ വെയിലോണുമ്പോ ആ ഡ്രസ്സ് കൂടി വിരിച്ചിടട്ടായിരിക്കും. കവറേപ്പാടി ഇത് ഇവിടെ ഫ്രണ്ടില് ടാങ്കില് വിരിച്ചിടും. ഇതെന്റെ പെരുന്നാളിന്റെ ഡ്രസ്സായിരുന്നു കേട്ടോ. തിരിച്ചാ
ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതിൻ്റെ ഫോട്ടോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, പക്ഷെ ഇടാട്ടോ. ഞാൻ പുതിയ ഡ്രസ്സുകളൊന്നും വാഷ് ചെയ്യാറില്ല. ഞാൻ ഡ്രസ്സുകളൊക്കെ കുഞ്ഞു മക്കളെ പോലെ നോക്കണ ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രസ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ധരിക്കാം, എൻ്റെ ഡ്രസ്സാണ് കേട്ടോ പെരുന്നാളിൻ്റെ. എല്ലാ ഡ്രസ്സും ഞാൻ അവിടെ നിന്ന് നീറ്റായിട്ട്, നമ്മൾ കുറച്ച് നേരം ഫങ്ഷന് നിന്നോളൂ, അപ്പോൾ കുറച്ച് നേരമല്ലോ ഇട്ടോ. അവിടെ നിന്ന് തന്നെ ഞാൻ റൂമിൽ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായി. തിരിച്ചു വന്ന് വെയിൽ കൊള്ളിച്ച് ഇതും അങ്ങനെ എടുത്തേക്കും. എനിക്കാകെ നന്നായിട്ട് ഡ്രസ്സ് നോക്കുന്ന ആളാണ് കേട്ടോ. നോക്കാൻ ഡ്രസ്സ് ഇല്ല ഇപ്പൊ. പോടാ, കൊറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അത് എൻ്റെ ഡ്രസ് കളക്ഷനേലും കൂടുതലായിരുന്നു എനിക്കാക്ക് എന്തോരം കളക്ഷൻ ഉണ്ടായിരുന്നു അറിയോ. എൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇനി എന്താന്നറിയില്ല, എനിക്കാൻ്റെ കളക്ഷനൊക്കെ ഇപ്പൊ കുറഞ്ഞ്. അത് കുറഞ്ഞ വേറൊന്നുമില്ലടി, വണ്ണം വെച്ചില്ലേ കേറണ്ടേ. ഞാൻ ആ കോവിഡ് ടൈമിൽ ഒരു ഫുഡ് തീറ്റിക്കാൻ തുടങ്ങിയാണ്. അതോടുകൂടി ധരിക്കാൻ കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ ധരിക്കാൻ അങ്ങനെ പോയി കിട്ടി. എന്തായി പൊന്നെ അടി തുടങ്ങിയ എടുക്കല്ലേ? ഞാൻ എടുക്കും. ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ കുറെ എടുത്തു പറയുമ്പോ ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ അറിയോ, ഇതൊന്നും ഇല്ലാത്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പെരുന്നാളിന് മാത്രം ഒരു ഉടുപ്പ്, അടുത്ത വർഷമാണോ അടുത്ത ഉടുപ്പ് എടുക്കണമെങ്കിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇല്ലായ്മന്ന് ഉണ്ടായോണ്ടായിരിക്കാം. നീ ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കാന്ന് ഓർത്താണ് ഇരിക്കാൻ മക്കളാക്കിയിട്ടല്ലേ വരുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ കൊല്ലത്ത് പോയ ഒരു കുഞ്ഞ് വിശേഷം പറയാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. കണ്ട കുറേ ഉണ്ട്, അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ വേണം എടുക്കാൻ. എനിക്ക് അന്നത്തെ എൻ്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ടായിരിക്കും, അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, നമ്മളെ രണ്ടുപേരും കാണാൻ പറ്റണ്ട ഗൈസ്, കാണാൻ പറ്റണ്ട? കൊള്ളാവില്ലേ? എനിക്ക് ഇഷ്ടമായിട്ടത്, നല്ല രസമുണ്ടായി. പോയിട്ട് വാ. ഇന്ന് മുതൽ മക്കളുടെ വെക്കേഷൻ ക്ലാസ് തുടങ്ങണതാണ്. മക്കളെ ആക്കലല്ല പണി, ഈ വണ്ടി ഇറക്കലും കയറ്റലുമാണ് ഇവിടെ പണി. കാരണം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കുറേ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് വെക്കും, അതുകൊണ്ട് വണ്ടി ഇറക്കൽ നല്ല പണിയായിരിക്കും. പിന്നെ നെട്ടൂര് തന്നെയാണ് ക്ലാസ്. ഇതൊക്കെ ഞാൻ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഞാൻ വാടക താമസിച്ചിട്ടുണ്ട്. നെട്ടൂർ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ വാടക താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലായിടത്തും സുഹൃത്തുക്കളും ഉണ്ട്. അതേപോലെ തന്നെ ഇതാണ്ട് പിള്ളേർ ഡാൻസ് ക്ലാസ്. ഇപ്പം ഇതിൻ്റെ മേളിലാണ്, അങ്ങോട്ട് ഇപ്പം ഞാൻ കയറാനുള്ള. D7 എന്നാണ് ഇതിൻ്റെ പേര്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നടത്തണം. അടിപൊളി ഡാൻസ് ക്ലാസ്സാണ്, വിശ്വസിച്ച് ചെയ്യിപ്പിക്കാം. ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡാൻസ് പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. വരുമ്പോൾ റിൻസ് ഉച്ചക്കലത്തേക്ക് കൊലത്താൻ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കടയിൽ കയറി വെണ്ടയ്ക്കയും വാങ്ങിച്ച്, പിന്നെ മോനിക്ക് സംഭാരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 മോരും വാങ്ങിച്ച് പയ്യെ അവിടെ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് വന്നപ്പോഴുണ്ടല്ലോ അതേ സാധനം മേളിൽ കയറി ഇരിക്കണേ ചിരിച്ചു കൊണ്ടിട്ട്. ഇത് തന്നെ പണിയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പണി. ഇപ്പോൾ പറഞ്ഞ് പുറത്ത് തുണിയുണ്ട്, അതൊക്കെ ഒന്ന് മറിച്ചിടുമെന്ന്. ഞാൻ വലിയ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ. പിന്നെ ഓരോ തുണി ഞാൻ മറിച്ചിട്ട്, അല്ലെങ്കിൽ ആ തുണികൾ മൊത്തം അവിടെ നിന്ന് കരിഞ്ഞു പോയാൽ. പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് എല്ലാം നേരെ തിരിച്ചിട്ട് എൻ്റെ പൊന്നോ കട്ട വെയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എങ്ങനെയാണ് നേരെ വീട്ടിലേക്ക് കയറി. അപ്പോൾ കൊലുത്താൻ വേണ്ടി ധരിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെണ്ടയ്ക്കാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് വെണ്ടയ്ക്ക കൊലുത്തിയത്, പക്ഷെ ഇവിടെ മക്കൾക്ക് വലിയ കാര്യമല്ല. അച്ചു തൊട്ടും കൂടി നോക്കൂല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേണം ചോറുന്നുമ്പോൾ സൈഡിൽ. പണ്ടൊന്നും നമ്മൾ പച്ചക്കറി വെക്കണമെന്ന് കമൻറ്റ് ബോക്സിൽ കുറേ പരാതികളായിരുന്നു. ധരിക്കാതെ ഇവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ സൗണ്ട് മ്യൂട്ടായിരുന്നു. അപ്പോൾ അത് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണം. പിന്നെ അപ്പം പറഞ്ഞത് പിന്നെ കിട്ടൂലല്ലോ, അതുകൊണ്ട് അതെനിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ മുറിക്കാനൊക്കെ ഉണ്ടായി, ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചാണ്. ഉപ്പയാണെങ്കിൽ വലിയ വലിയ ആന കഷ്ണമായിട്ടാണ് കൊടുത്തു വിടുള്ളൂ. അപ്പം അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് കുഞ്ഞി 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 കഷ്ണമാക്കിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പത്തേക്കും മക്കളെ വിളിക്കാൻ സമയമായി. സ്കൂൾ കൂട്ടിന്ന് പറഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതേ മക്കളെ വിളിക്കാൻ വേണ്ടി തിരിച്ച് വന്നേക്കണേ. ഇനിയിപ്പോൾ പയ്യെ ഞാൻ ഡാൻസ് ക്ലാസ്സിൻ്റെ മേളിലേക്ക് കയറി. ഇതാണ്ട് ധ്യാനം കേട്ടോ, നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ മെയിൻ ആളാണ് പുള്ളി. ഇതിൻ്റെ അകത്തേക്ക് കുറേ പിള്ളേരുണ്ട് ഇതിൻ്റെ അകത്ത്. ആ നിൽക്കണേണ്ട സതീഷിൻ്റെ വൈഫുമാണ്. സതീഷ് മഴവിൽ മനോരമയിൽ ഗ്രൂമറൊക്കെ ഉണ്ടാവും. നല്ല ഡാൻസറാണ്. പുള്ളിയുടെ ലൈഫ് തന്നെ ഡാൻസാണ്. റിൻസിൻ്റെ ഗുരുവാണ്ട മൂപ്പര്. റിൻസിൻ്റെ ഒരു കണക്കിനാണ് പുള്ളി ഡാൻസ് പഠിപ്പിച്ചെടുത്തത്. അവിടെ നിന്ന് ഇറങ്ങി ഞാനും മക്കളും കൂടെ ഇറങ്ങി. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് റിൻസിൻ്റെ കോളും വന്നായിരുന്നു. റിൻസി തേങ്ങ വാങ്ങിക്കാൻ പറയാൻ മറന്നു എന്നുണ്ട്. മക്കൾ പിന്നെയും കടയിലേക്ക് കയറി. കടയിൽ വന്നേല പാട് അവൻ അതും ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കും.
പിന്നെ മോള് നാരങ്ങ കലക്കണം എന്തെങ്കിലും വാങ്ങിക്കണം വാപ്പി എന്നിട്ട് നാരങ്ങ വാങ്ങിച്ച്. അപ്പോൾ ഇവിടെ സോഡ വെച്ചപ്പോൾ സോഡയുടെ ചെറിയ കുപ്പിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും തണ്ട അവനെ ഓരോരോ സാധനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അടുത്ത കടയിൽ കയറി അവന്മാർ സോഡയും കുറേ ലേസും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ ഇവരായിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു വേറെ ലേസൊന്നും കഴിക്കരുത്, പോയി നാരങ്ങ കലക്കി കുടിച്ചോന്ന് പറഞ്ഞു. അങ്ങനത്തെ വീട്ടിലേക്ക് വന്ന് കയറണതാണ് അതൊക്കെ ആയിട്ട്. ഉച്ചനേരത്തൊക്കെ ഞാൻ ധരിക്കാണ്ട് പെപ്സി വയ്ക്കും. പെപ്സി ധരിക്കാൻ പറയും, കൊന്നാലും ഞാൻ വാങ്ങിച്ചു തരില്ല എന്നാ പറയണ. പിന്നെ ഞങ്ങള് നാരങ്ങയ്ക്ക് നാരങ്ങ കിട്ടിയതായി. എനിക്ക് മോര് കാച്ചണമെന്ന് പറഞ്ഞപ്പോഴേ മാങ്ങ ഇട്ട് അന്ന് മോര് കാച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പം മാങ്ങ വാങ്ങിക്കാൻ വന്നപ്പോൾ ഇരിക്കാൻ കൊണ്ടുവന്നതാണ് ചന്ദ്രക്കല മാങ്ങ. ഈ മാങ്ങ സ്മെല്ല് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിക് ഫീല് തോന്നിക്കും. ഫസ്റ്റ് തന്നെ ആ നാരങ്ങ കലക്കി കുടിച്ചപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇച്ചിരി ആവേശം കൂടിപ്പോയി. കുറച്ച് മാറ്റാം. പ്രോബ്ലംസിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലേ ഇരിക്കാം. യാ എല്ലാം ആയിട്ടുണ്ട് ഗായ്സ്. കൊറേ നാളത്തെയാണല്ലോ നമ്മള് സ്പെഷ്യല് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടണതായിരിക്കാം. പണ്ട് മറ്റേ എനിക്കിപ്പോ അതൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടാ. മീൻസ് എന്താ സ്പെഷ്യൽ നോക്കില്ലേ, അതിനിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ കാണുമ്പോ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ കൊറേ കുട്ടികളൊക്കെ ഇതെനിക്കാ ഇന്ന് എന്താണ് സ്പെഷ്യൽ അങ്ങനെയൊക്കെ പറയണ്. മക്കള് പറഞ്ഞ റിൻസിന്റെ ഒരു ഐഡന്റിറ്റി പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റേതും പറയല്ലേ റാഹത്തായിട്ട് ഭക്ഷണം. ഞാൻ റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാം. അത് ഞാൻ ഭയങ്കര അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഇതുപോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്നോട് പറയണേ റിൻസിന്റെ ഭാഷയിൽ പറയാം, റിൻസിന്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സ് ഭയങ്കര റാഹത്തായിരുന്നു. വയ്യ ഈ ഒലിവ് പൊട്ടി, ഇനി കുറച്ച് കടുക് പൊട്ടിക്കട്ടെ. അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി കണ്ടിട്ട് നമ്മൾ തേങ്ങയൊന്നും ഇല്ലാണ്ട് ഒരു മാമ്പഴ പുളിശ്ശേരി. ചന്ദ്രക്കല മാങ്ങ അല്ലേ? ചന്ദ്രക്കല മാങ്ങ. ഞങ്ങള് എൻ്റെ ഉമ്മയൊക്കെ ഇപ്പം താമസിക്കുന്ന വീടല്ല, കാക്കന്മാരെ കല്യാണമൊക്കെ ആയപ്പോൾ ഞങ്ങള് KMB നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വീട് മാറിയിട്ടുണ്ടായിട്ടാ. തങ്ങൾ നഗറില്. അപ്പൊ അവിടെയില്ലേ ഞങ്ങളെ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട്. ഞങ്ങൾ അവിടുത്തെ നെയ്ബേഴ്സ് ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിൽ കാക്ക ഒരു ദിവസം കൊണ്ടുവന്നിട്ടില്ലേ, ഞങ്ങള് മാമ്പഴ പുളിശ്ശേരി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ നാത്തുമാരും കൂടി ഇങ്ങനെ കൊതിയായിട്ടിരിക്കണം. അപ്പൊ ഉപ്പാനെ വിട്ടിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന മാങ്ങ ഉപ്പാക്ക് അറിയൂലായിരുന്നു. ഇപ്പൊ വേറെ വാങ്ങി കട്ടിയുള്ള മാങ്ങ. അപ്പൊ ഈ മാങ്ങ വെച്ചുണ്ടാക്കിയ ശരിയാവൂലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാത്തും പറഞ്ഞ് ചന്ദ്രക്കല മാങ്ങ വേണമെന്ന് വെച്ചാൽ അവള് അടുത്തുള്ള കടയിലൊക്കെ പോയിട്ടും കിട്ടിയില്ല. ഞങ്ങളെ തൊട്ടപ്പുറത്തൊരു കാക്കനുണ്ട്, പാവരുന്ന് ആരോടും മിണ്ടൂല. അതായത് അങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യനോടും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ, ഞങ്ങളോടും അങ്ങനെ മിണ്ടലില്ല. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് മറ്റേ ചോട്ടാ മുംബൈയിൽ കിട്ടിയാന്നും പറഞ്ഞിട്ട് ഉപ്പാനെ നോക്കിക്കണേ എൻ്റെ നാത്തൂനെ നോക്കി. ഞാൻ കടയിലൊന്നും പോയില്ല, ഞാൻ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കണേ. അപ്പൊ ഈ കാക്ക എന്നോട് ആദ്യമായിട്ട് മിണ്ടണേട്ടാ. ഞങ്ങൾ അവിടെ താമസിക്കണ ഒരു 8-9 വർഷം എങ്ങാനായി, 8-9 വർഷം അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് എന്നോട് എന്തോ പറ്റി ഭയങ്കര ടെൻഷനായിരിക്കണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പിന്നെ ഒരു പ്രശ്നമില്ല, ഇല്ല എന്തോ ടെൻഷൻ പോലെ. അവനെ അതെ ഞങ്ങളിങ്ങനെ ഞാൻ അപ്പൊ ഈ കഥ പറഞ്ഞ് ഭയങ്കര കൊതിയായി കാക്ക മാമ്പഴ പുളിശ്ശേരി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ മാങ്ങക്ക് വിട്ടപ്പോ കിട്ടിയില്ല. അപ്പൊ എന്റെ നാത്തും കടയിൽ പോയിക്കണേ. അപ്പൊ അവള് കിട്ടോ ഇല്ലേന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ തന്നെ ആന്നും പറഞ്ഞ് അത് പോയിട്ടാ. ഒരു 10-15 മിനിറ്റ് ആയപ്പോ ഒരു കിറ്റ് നിറച്ചു ഇല്ലായിരിക്ക ഈ മാങ്ങയും കൊണ്ട് വന്നേക്കണ്. അവ എനിക്ക് പാവം തോന്നി. എന്നിട്ട് ഞങ്ങക്ക് ഈ ഫുൾ എന്നിട്ട് എന്റെ നാത്തും വന്നേക്കണിട്ട് 2 ഉണങ്ങിയ മാങ്ങയും കൊണ്ട് അവള് പറഞ്ഞേടൂ 2 മാങ്ങ കിട്ടിയോളൂ, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് ഞാൻ നിക്കുമ്പോ എന്റെ കയ്യിലാണെങ്കിൽ ഒരു കിറ്റ് ഇറച്ചി മാങ്ങ. അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഉപ്പുണ്ടെന്ന്. ഞാൻ ഉപ്പൊന്നില്ലടി, അപ്പുറത്തെ അയക്കാക്ക കൊണ്ടുവന്നു. അവള് വിശ്വസിക്കുള്ള. ഞാൻ സത്യം പിന്നെ അയാളെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. തൊട്ട് ഞങ്ങള് നെയ്ബറാ. ആന്റിയൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സ് അവിടെ ആയിക്കാക്ക് 2 പെങ്ങന്മാരൊക്കെ ഉണ്ട്. അവര് ഇടയ്ക്കൊക്കെ അവരെ വീട്ടിൽ വരുള്ളൂ. അവരും എന്നെ പോലെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറം ഒന്ന് വർത്താനൊക്കെ പറയും.
ഈ കാക്കാന്റെ പേരൊന്നും അറിയില്ല. പക്ഷെ ഞാനും എന്റെ നാത്തൂനും കൂടി ഇട്ടേക്കണ പേരാ ചന്ദ്രക്കലാന്ന്. ഞങ്ങ ഇയാളെ പിന്നെ പുറത്തുനിന്നാണ് നമ്മള് ചന്ദ്രക്കല എന്ന് പറയും. ചന്ദ്രക്കല വാങ്ങാം. ആദ്യം പിന്നെ ഈ പേര് അങ്ങനെ മറക്കൂല. പാവായിരുന്നു കേട്ടോ. വേറെ ഇതൊന്നുമല്ല, ഒരു പെങ്ങളെ പോലെ ഒരു ഇഷ്ടമാണ് നമ്മളോടൊക്കെ. പക്ഷെ മിണ്ടിയിട്ടൊന്നും ഉണ്ടായില്ല. മിണ്ടിക്കാൻ എപ്പോഴാണ് ഒരു പാവമെന്ന് മനസ്സിലായത്. അങ്ങനെ എന്റെ വർത്താനം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. എന്നെ പറ്റി പറയാൻ വേണ്ടി കമന്റ് വന്നിട്ടുള്ള ഓ എന്നെ പറ്റി എങ്ങനെ ലൈഫിലേക്ക് വന്നു. ആ അതെനിക്കാക്കെ എങ്ങനെ എന്റെ ലൈഫിൽ വന്നൊക്കെ കൊറേ പേര് വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങള് സോഡ നാരങ്ങോളം വെള്ളം കുടിച്ചോ? അത് പറയാൻ അത് പറയുമ്പോ വെള്ളമല്ല വേറെ എന്തെങ്കിലും അതുവരെയും കുടിച്ചു പോകും. അമ്മാതിരി കഥയുണ്ട് മനുഷ്യൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് ഗൈസ്. ഞാൻ അത് ഓർക്കണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഒരു കാര്യം എടുത്തിട്ട് ആ ടോപ്പിക്ക് മാത്രം പറയണം. അത് പറഞ്ഞു കൊടുക്കാട്ടായിരിക്കാം. പിന്നെ അതായിരിക്കാം എൻ്റെ ഫാമിലിനെ പറ്റി എല്ലാവരും ഓരോ വീഡിയോ ഇടുമ്പോഴും കമന്റ്സ് ഞാൻ കാണാത്ത പോലെ ഇരിക്കണ എല്ലാം കാണുന്നുണ്ട്. ബട്ട് എല്ലാം ശരിയാവുന്ന പറഞ്ഞാല് ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ എല്ലാരെയും വീഡിയോയില് കാണിക്കാം. പക്ഷെ എൻ്റെ ഉപ്പാന്റെ ഫാമിലിയില് ഉപ്പാന്റെ പെങ്ങന്മാർക്കൊക്കെ പെൺകുട്ടികളാണ്. 2 പെങ്ങന്മാർക്കും കൂടി 4 പെൺമക്കളുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. ഞാനും ഒഴികെ ബാക്കി 4 പേര് നന്നായിട്ട് പണിയൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ എല്ലാരും പറയും ഒരു മോളും ഉള്ളതിന് എൻ്റെ ഉപ്പാനെ പറയൂട്ടാ ഒന്നും ചെയ്യിക്കൂല. ബാക്കി അതുപോലുള്ള അവളെ ഇളയതുങ്ങളാണ്. എൻ്റെ അനിയത്തിമാരൊക്കെ കുഞ്ഞു മുതലേ തന്നെത്താനെ കറി വെക്കും, ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരം കേട്ടോ. അപ്പൊ എല്ലാരും പറയുന്നു മീൻസ് കെട്ടിച്ചു വിട്ടുകഴിയുമ്പോ കണ്ടു കൊറേ പണി എടുക്കേണ്ടി വരും. അപ്പൊ എൻ്റെ ഉപ്പ പറയും എൻ്റെ മോളൊക്കെ അടിച്ചു വിടുമ്പോ ഞാൻ കുറെ പണ്ടെങ്കിൽ ജോലിക്കൊക്കെ ആളെടുത്തു. ഉപ്പ അത് വെറുതെ പറഞ്ഞു. പിന്നീട് മനസ്സിലായത് ആളെ നിർത്തി തന്നില്ല. ഞാൻ അവിടെ ജോലിക്ക് കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. പറഞ്ഞ പോലെ തന്നെ കെട്ടിച്ചു വീട്ടിൽ ഞാൻ ചെന്ന പാടേണ്ടല്ല യശോദ എന്ന് പറഞ്ഞൊരു പണി കയറിയത്. ഒന്നും എന്ത് പണിയായിരുന്നു. ഇവിടെ വീട്ടിലൊരു പണിക്കാരിനായിരുന്നു. ഇവര് അന്വേഷിച്ചു നടന്നേലായിരിക്കാം. അതെ ഇരിക്കാം. ഇപ്പൊ അങ്ങനെ പറയുന്നില്ലായിരിക്കാം. അല്ലായിരിക്കാം എന്തായാലും പറയാത്തത്. അല്ല ഇരിക്കാ പറയും വീട്ടില് മോനിക്ക് ഭാര്യനെയാണ് അന്വേഷിച്ചു നടന്ന ജോലിക്ക് ആളെയായിരുന്നു അന്വേഷിച്ചത്. അന്ന് ഇരിക്കാം സിൻസിയർ ആയിട്ട് പറഞ്ഞിരിക്കാം. അല്ല ഇരിക്കാൻ എന്നോട് പറയാ വീട്ടിലൊരു ജോലിക്കാരനെയാണ് എന്റെ വീട്ടിലേക്ക് ആവശ്യം. ഇത് സിൻസിയർ കഥയുണ്ട് ഇരിക്കാൻ എന്നോട് പറഞ്ഞ വീട്ടിലേക്ക് എന്താ അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരാൾ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്നെ കിട്ടിയത്. കറക്റ്റ് ആയിട്ട് എന്നെ കിട്ടി. എല്ലാം പക്ഷെ എല്ലാം പഠിപ്പിച്ച് എല്ലാമേ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് ഗൈസ്. ഇപ്പൊ എനിക്ക് ഏത് നടുക്കടലിൽ കൊണ്ട് ഇട്ടാലും ഞാൻ അവിടെ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് കൂടും. എന്റെ കൂടെ കൂടുന്നവരെ ഞാൻ പട്ടിണിക്കിടാറില്ല. എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആളാന്ന്. എൻ്റെ ഫാമിലി, എൻ്റെ ആങ്ങളമാര്, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ വന്ന വീട്ടിലും ഈ സെയിം പാമ്പറിങ്ങും ഇഷ്ടവും കുറെ ഹാപ്പിനെസ് ഒക്കെ കിട്ടണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും കിട്ടില്ല. അതൊക്കെ ഞാൻ ഇപ്പം അങ്ങനെയൊക്കെ ഓർമ്മ ഞാൻ അങ്ങനെ ഭാഗ്യമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. എന്നെ കിട്ടില്ല നിനക്ക്. അതെ നമ്മന്റെ ആളൊക്കെയാണ്. എനിക്കും എല്ലാരും ഒക്കെ ഉണ്ട്. ബട്ട് ആരും ഇല്ല. അങ്ങനെയായിരിക്കാം. പെരുന്നാളൊക്കെ ആവുമ്പോ ഞാൻ ശരിക്കാ പറയും എന്റെ ലൈഫില് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡേ ഏതാന്ന് ചോദിച്ചാല് പെരുന്നാളാണ്. ബാക്കി ഡേയ്സ് ഒക്കെ ഡാർക്ക് ആണെന്ന് പറയും. ബാക്കിയുള്ള ദിവസം എനിക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കാത്ത കുറെ ദിവസങ്ങളുണ്ട്. ഞാനിവിടെ എന്റെ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തിരിക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും തിരിക്കാൻ മോന്റെ പഴയ കാര്യങ്ങളൊക്കെ പറയാടോ എന്നൊക്കെ പറയൂലേ. എനിക്ക് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ അത് സ്പീഡിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. അല്ല പഴയ കാര്യങ്ങളും അങ്ങനെ കുറെ നല്ല ഓർമ്മകളിലേയും കൂടുതൽ കുറെ ചീത്ത ഓർമ്മകളൊക്കെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഈരവേലി മട്ടാഞ്ചേരി ഈരവേലിലായിരുന്നു എൻ്റെ തറവാട്. ഇപ്പൊ പട്ടാളത്താണ്ടാ ഫോർട്ട് കൊച്ചി പട്ടാളത്ത്. അപ്പൊ അവിടെ പെരുന്നാളിന് അടിപൊളിയാണ്.
എൻ്റെ ഒരു മാമ ഉണ്ടായിരുന്നു സലാം എന്ന് പറഞ്ഞിട്ട്. ഡാഡി ശരിക്കും എൻ്റെ ഫാമിലിയിൽ ഞാൻ വന്നപ്പോൾ എന്നെ ശരിക്കും ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ, എനിക്ക് കുറേ ഇഷ്ടപ്പെടണം, കുറേ പാമ്പർ ചെയ്യണം. എനിക്കും സെയിം ധരിക്കാണ്ടാന്ന് പോലും ഞാൻ പറയൂല. എൻ്റെ ഡാഡി എല്ലായിരിക്കാം ഞാൻ അങ്ങനെ പറയുള്ളൂ. അത്രയും ഭയങ്കര പ്യുവർ ഹാർട്ടുള്ള ഒരാളാണ്. പുള്ളിനെ ഡാഡി, പുള്ളി മക്കള് ഡാഡിനെ വിളിക്കണം. ഞങ്ങളുടെ മാമയാണ് അതുകൊണ്ടാണ് ഇവളും ഡാഡി. പിന്നെ എല്ലാവരും ഡാഡി എന്നായി വിളി പുള്ളിനെ. പുള്ളി അടിപൊളിയാണ്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബേജാറും ഇതിൽ ഭയങ്കര കഷ്ടപ്പാടിൽ ഇതിലും വളർന്നതാണ്. ഒരു ഗതിയില്ലാണ്ട് വളർന്നിട്ട് റിച്ച് ആയ ആളാണ്. പക്ഷെ പുള്ളി റിച്ച് ആയപ്പോൾ ഫാമിലിനെ എല്ലാവരും അതേപോലെ തന്നെ പുള്ളി നോക്കി കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും. ഇവൻ നമ്മൾ വെറുതെ എല്ലാവരും പുള്ളി കെയർ ചെയ്യണം. പക്ഷെ പുള്ളിയുടെ ആ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഹെൽത്ത് പുള്ളി നോക്കിയില്ല. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു. അതായിരുന്നു പുള്ളിക്ക് പറ്റിയ മിസ്റ്റേക്ക്. പുള്ളി ഇല്ല, പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് പുള്ളി നോക്കിയില്ല. പുള്ളി ഉള്ളപ്പോഴായിരുന്നു ഈ തറവാടിലൊക്കെ എല്ലാവരും കൂടുമ്പോൾ. ഇപ്പോഴും കൂടാറുണ്ട്, പക്ഷെ പുള്ളി ഉള്ളപ്പോൾ അടിപൊളിയായിരുന്നു. അവിടെ ലൂടുകളിയും എല്ലാം. പിന്നെ മറ്റേ കാശ് വെച്ചിട്ട് ഹൗസ് കളിക്കും. അപ്പൊ ഹൗസ് കളിച്ചിട്ട് ജയിക്കുമ്പോ കിട്ടുമ്പോലെ അയ്യോ എന്ത് രസമാക്കിയല്ലോ. എനിക്കാകെ പെരുന്നാൾ ദിവസമാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം എന്നൊക്കെ എനിക്ക് പറയും. ഓർത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അന്ന് അങ്ങനെയല്ല, ആഫ്റ്റർ മാരേജ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഡേ ആണ് പെരുന്നാള്. കാരണം കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഞാൻ ഒറ്റക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് വരുമ്പോ നമുക്ക് ഭയങ്കര നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബോറടിച്ചൊക്കെ ഒരു ദിവസം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പ്രഗ്നന്റ് ആണ്. ആച്ചുവിനെ പ്രഗ്നന്റ് എന്തോന്നു പ്രഗ്നന്റ് ആണ്. ആച്ചു ഉണ്ടാ ആണല്ലേ. അപ്പൊ ഡാഡിന്റെ മോനും കൂടി ഐലൻഡിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോണായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് ബാ നമുക്ക് പോയിട്ട് വരാന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ധരിക്കാക്കണേ ഇപ്പൊ അവിടെ വന്നതിനെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകും ധരിക്കാനൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഡാഡിൻ്റെ കൂടി പോയി. പക്ഷേ ഡാഡി അവിടെ പോയി ഡാഡിന്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോഴും ഉണ്ടല്ല, ഡാഡി പറയണ എന്റെ മോളാണ് ട്ടാ. അപ്പൊ അവര് മോള് ഇങ്ങനെ ഒരു സംശയം പോലെ പറയുമ്പോ ഡാഡി എന്റെ പെങ്ങളെ മോളാണെന്ന് പറയുള്ളൂ, മരുമോളെന്ന് പോലും അങ്ങനെ കൂടി പറയൂല. ഡാഡിക്ക് ഭയങ്കര വെൽക്കമിങ് ആണ്. എന്നെ മാത്രല്ല കേട്ടാ, ഞങ്ങൾ ഈ ഇവർക്കാன ഫാമിലിയിലേക്ക് വന്ന എല്ലാ മരുമക്കളെയും ഡാഡി മോളായിട്ടാണ് എല്ലാരും ഒരുപോലെ ഇഷ്ടമാണ്. ഡാഡിന്റെ ഒരു കഥയുണ്ട് കേട്ടോ. അതായത് എന്റെ പെങ്ങളെ കല്യാണത്തിന് അറിയാലോ പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ കല്യാണം ഫിക്സ് ചെയ്യുന്ന ടൈമില് ഒരു കാര്യം ഞാൻ പറയട്ടെ, സോറി ഫോർ ദ ഇന്ററപ്റ്റ്. അതന്നെയല്ലേ കറക്റ്റ് അല്ലേ? ഇപ്പൊ ഡാഡിനെ റോൾ മോഡലാക്കാന്ന് പറഞ്ഞത് എനിക്കാർക്കും അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ആളൊക്കെയാണ്. എനിക്കൊക്കെ വളരെ ചെറുപ്പത്തില് കുടുംബത്തെ ബാധ്യത പ്രശ്നങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് പെങ്ങളൊക്കെ ശരിക്കാണ് കെട്ടിച്ചൊക്കെ വിട്ടത്. വേണ്ട നിർത്തി അങ്ങ് അപമാനിക്കണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുഡ് ബോയ് ആണ് എന്റെ. അല്ല ആ ടൈമില് ആ കഥ പറയാൻ കാരണം പൈസയൊന്നും ഇല്ലാത്തോണ്ട് ഡേറ്റ് 2 മാസം അപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോമ്പില്ലാത്തോണ്ടാ. നോമ്പൊക്കെ കഴിഞ്ഞില്ലേ? പക്ഷേ പെട്ടെന്ന് നോമ്പാണെന്ന് ഓർത്തു പോകും. അല്ല 2 മാസം കഴിഞ്ഞൊരു ഡേറ്റ് വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു എന്താ 2 മാസം കഴിഞ്ഞാൽ പൈസയൊന്നും ഇല്ല. അപ്പൊ നീ 2 ആഴ്ചക്ക് അപ്പുറത്തേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തേ. ഞാൻ 2 ആഴ്ച എല്ലാം നടക്കൂടാ കോൺഫിഡന്റ് ആയിട്ടേക്ക് പറഞ്ഞു. 2 ആഴ്ചക്ക് അപ്പുറം ഞാൻ പറഞ്ഞ പണിയാവട്ടെ. അപ്പൊ നമ്മെപ്പോഴും ഇങ്ങനെ പ്ലാൻ ബി വെക്കും. അപ്പൊ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി നീ 2 ആഴ്ച എല്ലാം നടക്കും, നീ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം പറഞ്ഞിട്ട് പുള്ളി എന്നെ കൊണ്ട് നിർത്തും. അപ്പോഴും ഞാൻ മനസ്സിലാവാൻ വെച്ചു. പക്ഷെ പുള്ളിയുടെ ആ ഒരു വാക്ക് എന്നെ മനസ്സിൽ കിടന്നു വെച്ചു. 2 ആഴ്ച കറക്റ്റ് 2 ആഴ്ചക്ക് അപ്പുറത്തേക്ക് ഡേറ്റ് വെച്ച് നിശ്ചയവും ഇതൊക്കെ ആയിട്ട് എല്ലാം അടിപൊളിയായിട്ട് കിടന്നു. ചെറിയ കടങ്ങൾ എനിക്ക് വന്നുള്ളൂ. അതെല്ലാ വീട്ടിലും ഉണ്ടാവും അങ്ങനത്തെ കടങ്ങൾ. കടങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം മനുഷ്യനെ. ശരിയാ. എന്നിട്ട് അതിനുശേഷം ഉണ്ടല്ല ഞാൻ ഒരു കാര്യം നീട്ടി വെക്കൂല. എന്തിനിറങ്ങുമ്പോഴും പുള്ളി പറഞ്ഞ ഡയലോഗ് എന്റെ മനസ്സിലായി. പിന്നെ പറ്റിയ ആള് കമ്പനിക്ക് കൂടി എനിക്ക് പിന്നത്തേക്ക് ഇഷ്ടമല്ല. സംസാരിച്ചെന്തെങ്കിലും ഞാൻ ഇവിടെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിട്ടാ. അപ്പൊ നമ്മുടെ മോര് കാച്ചിയത് ഇത് തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ മീൻകറി റോസ്റ്റ് ചെയ്തിട്ടുണ്ടായി, വെണ്ടക്ക കൊളുത്തി, പിന്നെ മീൻ പൊരിക്കാനുള്ളത് എടുത്തു വെച്ചേക്കണേ കേട്ടോ. വീഡിയോ അതിന്റെ അല്ല എന്താ അറിയോ, ഞാനിങ്ങനെ കുറെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം കുറെ ലെങ്ത് വരുമ്പോ ഞാൻ തന്നെ എഡിറ്റാണ്. ഈ മടിയന് എഡിറ്റൊന്നും ചെയ്യൂല, മടിയാണ് അപ്പടി. അപ്പൊ എനിക്കും മടി വരുമ്പോ നമ്മ എന്ത് ചെയ്യും, ഇതെടുത്ത് മാറ്റി വെക്കാം. അതുകൊണ്ട് ഞങ്ങള്
കുറച്ച് കുറച്ച് വിശേഷങ്ങളാവുമ്പോ കാണുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ഇഷ്ടമായിരിക്കുമല്ലോ, അതായിരിക്കില്ലേ നല്ലത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല റാഹത്തായിട്ടുണ്ട് ഭക്ഷണം കഴിക്കുക. തിരിഞ്ഞു പോയല്ലേ, അത് കുറെ നാളായാലും പറഞ്ഞിട്ട് അതായിരിക്കും, സോറി. അപ്പൊ എല്ലാവരും റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാം. ഇനി കുളിച്ച് നമ്മൾ ചോർന്നാണ് വീഡിയോ ഒക്കെ വേണം. വൈൻഡ് പേ ആയിട്ടാണ് വീഡിയോ വൈൻഡ് പേടാ വീഡിയോ വൈൻഡ് പേ അറിയാം. വേണ്ട ചോറുന്നാണ് നീ ചോറുന്നാൻ എങ്ങനെയാന്ന് അറിയണ്ട. നല്ല അടിയടിക്ക് നീ കണ്ടാത്തൊന്നു കേസ്. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കും, പക്ഷെ ഫുഡൊക്കെ ഇപ്പൊ കുറച്ചു. നോമ്പ് എല്ലാരും നോമ്പ് കഴിയുമ്പോ ക്ഷീണിക്കൂലേ, ഞാൻ നേരെ തിരിച്ചാണ്ട. നോമ്പ് കഴിയുമ്പോ ഞാൻ വണ്ണം വെക്കും. മര്യാദക്ക് ഒരു കണക്കിന് കൺട്രോൾ ചെയ്തോണ്ടെന്നായിരുന്നു. ഞാൻ വായിക്കാന്ന് എനിക്ക് വീഡിയോ കട്ട് ചെയ്തു ആച്ചന് വിശക്കണമെന്ന് വീഡിയോ കട്ട് ചെയ്തായിരിക്കാം. അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലതായിരിക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കണ്ടാ നീ ഇടുക, എനിക്ക് ഇവിടെ പിടിക്കാൻ കായ് വേണ്ടിക്കണേക്കാം. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടിപൊളി റംസാനൊക്കെ അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞ്. ഇനി ഞാൻ ഓർക്കുന്നുണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് ഇൻഷാല്ല. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇൻഷാല്ല ഇനി മുതൽ ഡെയിലി വ്ളോഗ്സ് ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാവേണ്ടിട്ട് കമൻറ്റ് ഒക്കെ വായിക്കുമ്പോഴേക്കാ. അപ്പം ഇനി ഇതുപോലെ സപ്പോർട്ട് നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ. ഓ ഞാൻ വണ്ണ വെച്ചെന്നെ മൂക്കൊക്കെ വീർത്തിരിക്കുക. ഓക്കെ, സ്പെഷ്യലിന്റെ കൂടി വീണ്ടും സ്പെഷ്യൽ ആയല്ല. ആച്ചുക്കളി മീൻ കഴിക്കണില്ല, മീൻകറി കൂട്ടുള്ള കഴിച്ച. അപ്പൊ ആച്ചുക്കളിക്ക് വേണ്ടിട്ട് ഒരു മുട്ട പൊളിച്ച് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലേ. ഇതായിരിക്കും ആനെ കൊണ്ട് മുട്ട പൊളിച്ചല്ലേ ഇത് ഓംലേറ്റ്. ഓംലേറ്റ് എങ്കിൽ ഇടക്കിടക്ക് മാറി മാറിപ്പോ പെർഫെക്റ്റ്. പണ്ടൊക്കെ ഒരു കാശിനൊക്കെ മുറിഞ്ഞൊക്കെ പോരുന്നു. അയ്യോ കൈയോടെ എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ, പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണമെന്നല്ല. ഒരു വീഡിയോ ആകുമ്പോ ഒരു ഗമക്ക് വേണ്ടി പിടിച്ചാണ്. ഇപ്പൊ ഞാൻ അത് സ്റ്റൈലാക്കി മാറ്റി.